ഈ 3 സാധനമല്ലേ ഇത്, ഇതിനകത്തൂടെ ഇതിനി ചരലും മെറ്റലും താറും ഒന്നും വേണ്ട. ഇന്നലെ വരെ സംസ്ഥാനം കണ്ട പരമ്പരാഗത ടാറിംഗ് രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു റോഡ് നിർമ്മാണം, അതും കേരളത്തിൽ ആദ്യമായി. വണ്ടി പുറത്തെടുത്ത് പോയി പിന്നെ എടുക്കാൻ നോക്കില്ല. ഇത് സിമെന്റ് ഇട്ടിരിക്കണം ആദ്യം. ഈ സിമെന്റ് ഇട്ടിട്ട് ഇതിന് പുറത്ത് ഇനി ആഡ് മിക്സർ സിമെന്റ് സ്പ്രെഡ് ചെയ്യുന്ന മെഷീനും ജർമ്മൻ മേക്കാണ്. പുതിയ മാറ്റങ്ങൾ കാണാത്തതിന്റെ കുഴപ്പം നമ്മുടെ എഞ്ചിനീയർമാരുടെ ഇടയിലുണ്ട്. ഇപ്പം നമ്മളെ എഞ്ചിനീയേഴ്സിനൊന്നും ഈ ടെക്നോളജി അറിയത്തില്ല. നമ്മളിവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയേഴ്സിനെ ഞാൻ നിർബന്ധിച്ച് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അവരിത് കണ്ടു പഠിക്കണം. ഞാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ? നമ്മുടെ നാട്ടുകാർ പഠിച്ചിട്ടോ മാധ്യമങ്ങൾ പഠിച്ചിട്ടോ കാര്യമില്ല. എഞ്ചിനീയേഴ്സിനെ ഇന്ന് വേറെ വർക്കൊക്കെ ഉണ്ടായിട്ട് ഞാനിവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. തുടക്കുന്ന ദിവസം തന്നെ എന്താണ് ഇതിൻ്റെ ടെക്നോളജി എന്ന് പഠിക്കാം. അപ്പോൾ സിമെൻറ്റ് മിക്സായ ഒരു സിമെൻറ്റ്, മണ്ണ്, ചരൽ, ടാറെല്ലാം മിക്സായ ഒരു കോമ്പൗണ്ടാണ് കിട്ടുന്നത്. ഈ ആഡ് മിക്സും ചേർന്നൊരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ട് സെറ്റായി കഴിയുമ്പോൾ റോഡ് ഈവനായിട്ട് സെറ്റാവും. ഇത് 7 ദിവസം ഇത് ഇവിടെ നിന്ന് എടുത്ത സാമ്പിളാണ്. ഇപ്പോൾ ചെയ്തു പോയ സ്ഥലത്ത് നിന്ന് സാമ്പിളും മിക്സ് എല്ലാം ചേർന്നിട്ട് ഉറപ്പിക്കുക. ഇനിയിപ്പോൾ ഇത് റോളർ വെച്ച് ഉറപ്പിക്കുന്ന പോലെ ഇവർ ഇതിനകത്ത് ഇടിച്ചുറപ്പിക്കും. ഇടിച്ചുറപ്പിച്ചതിന് ശേഷം ആ ഇടിച്ചുറപ്പിക്കുന്ന സാധനം 7 ദിവസം വെച്ചേക്കും. അതിനുശേഷം ഇത് പൊട്ടിച്ച് നോക്കും. ഈ പെട്ടി ഉരിയിട്ട് ഇതിനെ അടിച്ചു പൊട്ടിച്ച് നോക്കും. അതിന് ഹാമറിന് അടിച്ചു പൊട്ടിക്കുമ്പോൾ അത് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ സ്ട്രെങ്ത്. അല്ലാതെ ഇത് വീണ്ടും വന്ന് തോണ്ടി പൊട്ടിക്കേണ്ട കാര്യമില്ല. പൊടി പാറാതെയും ചെലവ് കുറച്ചും പുതുതായി മെറ്റലും അമിതമായി അസംസ്കൃത വസ്തുക്കളുമൊന്നും ഇല്ലാതെ തികച്ചും ഹരിത സൗഹൃദമായാണ് നിർമ്മാണം. പത്തനാപുരം മണ്ഡലത്തിൽ ഇത്തരത്തിൽ 3 റോഡുകളാണ് നിർമ്മിക്കുന്നത്.